എനിക്ക് നെയ്യ്, അതുപോലെ ബട്ടർ, ചീസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്കിത് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഗാർലിക്കിൻ്റെ ടേസ്റ്റ്, അതിനകത്ത് ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ടേസ്റ്റ് നല്ല എടുത്ത് നിൽപ്പുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ക്രീമി ബട്ടർ ഗാർലിക് കേക്ക്. കേൾക്കുമ്പോൾ വലിയ പേരാണെങ്കിലും സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു ചെറിയ സവാള അരിഞ്ഞതും പിന്നെ ഗാർലിക്കും. പിന്നെ പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ ഇടുക. എൻ്റെ ഒലീവ് ഓയിൽ മാസങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തൊന്ന് ഉപയോഗിച്ചാണ്. എന്നിട്ട് നമ്മുടെ എഗ്ഗ് ഒഴിച്ച് അന്ന് ചിക്കിച്ചെടുക്കുക. ആ ചിക്കിച്ച എഗ്ഗിലേക്ക് കുറച്ച് സോൾട്ടും അതുകൊണ്ടൊക്കെ പെപ്പർ ഇടണേ. ഇത് നമ്മുടെ ചപ്പാത്തിയുടെയും അതുകൊണ്ട് ബ്രെഡിൻ്റെയും ഒപ്പം കഴിക്കാൻ അടിപൊളിയാട്ടോ. എന്നിട്ട് ആ എഗ്ഗ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പാനിലേക്ക് നല്ല ആവശ്യത്തിന് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഒണിയനും അതുകൊണ്ടൊക്കെ നമ്മുടെ ഗാർലിക്കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കുക. ആ ഒണിയൻ സൈഡിൽ കിടന്ന് വേവട്ടെ. അത് ലേശം അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ലേശം മൈദയും അതുകൊണ്ടൊക്കെ തന്നെ പാൽ ഒഴിച്ചൊന്ന് മിക്സ് ആക്കണേ. നമുക്ക് ഞാനിത് ഇങ്ങനെ യൂസ് ചെയ്ത് കാണാൻ എൻ്റെ ഫ്രഷ് ക്രീം ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തത്. ഫ്രഷ് ക്രീം ഉള്ളവർക്ക് അത് ഒഴിച്ചാലും മതിയേ. അതിനുശേഷം കുറച്ചുകൂടെ പാലൊഴിച്ച് ലേശം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് കുറുകണം കേട്ടോ. മൈദകളാണ് അങ്ങനെ കുറുകി വരുന്നത്. എന്നിട്ട് നമ്മൾ ചിക്കിച്ച് മാറ്റി വെച്ച മുട്ടയുണ്ടല്ലോ അത് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കുറുകാൻ വെക്കുക. ഇതിലേക്ക് കുറച്ചുകൂടെ പെപ്പറും എൻ്റെ പിന്നെ റോസ്മേരിയുടെ ലീവ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ ലേശം ഇട്ടേ. അത് നിർബന്ധമല്ല കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചപ്പാത്തിയുടെയോ നാനിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.